നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്ന പോസ്റ്റ് പറയുന്നത് ഓപ്പറേഷൻ അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റാണ്. അപ്പോൾ നമ്മൾ സർജിക്കലായിട്ടുള്ള ഓപ്പറേഷൻസ് അല്ല, ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു. കമ്പനിയിലേക്കാണ്, റീസൺ എന്ന കമ്പനിയിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത്. നമുക്കതിൻ്റെ വിശദ വിവരങ്ങൾ നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ പോസ്റ്റിലേക്ക് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, കൂടുതൽ ആളുകൾ സമയം കളയുന്നില്ല. മെയിൽ കാൻഡിഡേറ്റ്സ് ആർ പ്രിഫേർഡ് എന്നാണ് ഈ പോസ്റ്റിലേക്ക് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓഡിയൻസ് ആയിട്ടുള്ള സ്ത്രീകൾ, ഫീമെയിൽസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ മെയിൽ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് തീർച്ചും പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ളൊരു പോസ്റ്റാണ് ഉള്ളത്. അതിൽ പറയുന്ന കാരണം എന്താ വെച്ചാൽ, വില്ലിങ്നെസ് ടു വർക്ക് ട്രാവൽ, അതായത് ദൂരയാത്രകൾ ഉണ്ടായിരിക്കും. അതായത് ക്ലയൻറ്റ് ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ അവർ പോയി കാണേണ്ടി വരും, മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ചില ആളുകൾക്കൊക്കെ അത് ബുദ്ധിമുട്ടായി വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് കമ്പനി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ എനി ഗ്രാജുവേഷനാണ്. മാസം 25,000 രൂപ മുതൽ 27,000 രൂപ വരെ സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇയറിലേക്ക് വരികയാണെങ്കിൽ 2.5 ലക്ഷം മുതൽ 2.25 ലക്ഷം വരെയാണ് ഇയർലി സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് ആവറേജ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മതി. അതായത് റെക്കോർഡ്, പിന്നെ എബിലിറ്റി ടു വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി എന്ന് പറയുന്നത് സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാനൊരു കഴിവുണ്ടായിരിക്കണം. പിന്നെ ഓർഗനൈസേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം. പ്ലാൻ ടു വർക്ക് മൾട്ടി ടാസ്ക് ആൻഡ് മീറ്റ് ഷെഡ്യൂളർ, പിന്നെ അനലറ്റിക്കൽ സ്കില്ല് കാര്യങ്ങൾ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ഡ്യൂട്ടീസ് വരുന്നത് മാനേജ് ആൾ ദ ഡേ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് ഇൻ ഓഫീസ് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതെന്തായാലും വരും. അങ്ങനെ ഒരു ആക്ടിവിറ്റികൾ റെക്കോർഡ് ചെയ്യേണ്ടി വരും. മാനേജ് ദ ക്ലയൻറ്റ് ബില്ല് മാനേജ് ചെയ്യേണ്ടി വരും. വർക്ക് കോർഡിനേഷൻ ഉണ്ടാക്കേണ്ടി വരും. മെയിൻറ്റെയിൻ റിക്വയർഡ് ആൻഡ് ഷെയറിംഗ് മാനേജ്മെൻറ്റ് ബേസ്ഡ് റിക്വയർമെൻറ്റ്, കോർഡിനേറ്റ് ന്യൂ ഓഫീസ് കൺസ്ട്രക്ഷൻ വർക്കുകൾ, പ്രിപ്പയർ ആൻഡ് മെയിൻറ്റെയിൻ ട്രാക്ക് ക്ലയൻറ്റ് എഗ്രിമെൻറ്റ്സ്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്, വർക്കിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൂടി ഇത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് ഇമെയിൽ അയച്ചിട്ട് നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യുക. ഏപ്രിൽ 20 വരെയുള്ളൂ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.